ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു സ്റ്റഡി വ്ലോഗ് അപ്ലോഡ് ചെയ്യണേ. കാരണം ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം ആണെന്ന്. ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനും ടൈമില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ ഈ ഒരു പരീക്ഷയുടെ ബയോളജി പരീക്ഷയുടെ ഒരു സ്റ്റഡി വ്ലോഗ് എടുക്കാമെന്ന് കരുതി. സോ എനിക്ക് 2 ചാപ്റ്റേഴ്സാണുള്ളത്. ബോട്ടണിയിൽ നിന്ന് 2, സുവോളജിയിൽ നിന്ന് 2. സോ നമുക്ക് രണ്ടും പഠിക്കാം. 10 മാർക്കുള്ളൂ, പക്ഷേ എന്നാലും നമുക്ക് പഠിക്കണമല്ലോ. അതൊക്കെ നമ്മളെല്ലാം പഠിക്കാമെന്ന് കരുതി. ഞങ്ങൾ എന്തോരം ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത് തന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് പഠിക്കാനുണ്ട്. പിന്നെ എന്തുവാ ഇത് അത്രയേ ഉള്ളൂ, ഇച്ചിരി ഭയങ്കര കുറവാണ് ഇതും. പിന്നെ ഇത്രയും ഈ ഒരു പടം കൂടി ഉള്ളൂ. പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ അങ്ങോട്ട് തുടങ്ങാം. 2 പെൻസിൽ എന്തിനാണെന്ന് ചോദിക്കരുത്. കാരണം 2 പെൻസിലൊക്കെ വെച്ച് നമ്മൾ പഠിക്കുകയുള്ളൂ. നമ്മളങ്ങനെയാണ്. നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് പോയി. രാവിലെ ഇതുപോലെ തന്നെ നമ്മുടെ പഠിത്തം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. 6:30-ക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ പഠിത്തം കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. നമ്മൾ ഹിന്ദി ആയിരുന്നു നമ്മുടെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദി കുറച്ച് കാര്യങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ കുറേയധികം പഠിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് അതനുസരിച്ച് ഞാൻ കുറച്ച് ആ ഒരു പഠിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ടു ഡു ലിസ്റ്റ് പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഓരോന്ന് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാം അങ്ങോട്ട് എഴുതി ടിക്കിട്ട് പോകാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ എക്സാം റിവ്യൂ പറയുന്നതാണ്. എല്ലാ എക്സാമിൻ്റെയും പറയാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും ഞാൻ ഓൾമോസ്റ്റ് ഉള്ള എക്സാമിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാം. വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അത് മാറ്റണ്ട. ഈ ബയോളജിയുടെ ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. പക്ഷേ ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഹിന്ദി പഠിക്കാൻ എളുപ്പമൊക്കെയാണ്, പക്ഷേ നന്നായിട്ട് മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കൂടുതലും സാധ്യത മറന്നു പോകാനേക്കാളുപരി സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും നല്ല രീതിയിൽ മാർക്ക് കുറയ്ക്കും. അപ്പോൾ അതനുസരിച്ച് വേണം എഴുതാൻ. അപ്പോൾ ഞാൻ കുറേ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കും. അതിനുശേഷം ഞാൻ കാണാണ്ട് എഴുതും. എന്നിട്ട് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എനിക്ക് ഒന്നുകൂടി വായിച്ച് മനസ്സിരുത്തി വായിച്ച് പഠിച്ചെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. പ്ലാനല്ല, അങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിക്കുന്നത്. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഇതുപോലെ വായിച്ച് പോകുന്നു. കുറേയധികം വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറയാനായിട്ട് ഒരെണ്ണം ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ചെറിയ ദോഹയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി ഉണ്ടായുള്ളൂ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ എഴുതി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഞാൻ ഒരു കാര്യം പഠിച്ചിട്ട് അത് കാണാണ്ട് എഴുതി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് പഠിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് പഠിച്ചിട്ടുണ്ടായി, പിന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നിൻ്റെ പഠിത്തം അത്ര ശരിയല്ല മകളെ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പൊത്തി പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, നോക്കി തന്നെയാണ് എഴുതിയത്. പിന്നെ ഞാൻ അങ്ങോട്ട് കാണിച്ചു, ഞാൻ നോക്കി തന്നെയാണ് എഴുതിയത്. നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ സത്യം വെളിപ്പെടുത്തി. അങ്ങനെ ഞാൻ നോട്ടും കാര്യങ്ങളും പഠിച്ച് നമ്മൾ കാണാണ്ടൊക്കെ എഴുതി. എന്നിട്ട് നോക്കി എഴുതിയതിന് വെരി ഗുഡ് ടിക്കിട്ടൊക്കെ കളിക്കലാണ് പണി. റെഡിങ് പേന കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടീച്ചറായിട്ട് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. ഞാൻ റെഡിങ് പേന വെച്ചാൽ എപ്പോഴും കിട്ടുകയാണെങ്കിൽ സമയത്തൊക്കെ ടിക്കിട്ട് കളിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും അത് പഠിച്ചു. നമ്മളത് പഠിച്ചില്ലെങ്കിൽ ഇനി നാളത്തെ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം തന്നെ പഠിച്ചു. വീണ്ടും അങ്ങനെ എഴുതി നോക്കി. എന്നിട്ട് ചില കാര്യങ്ങളുണ്ടല്ലോ, ലാസ്റ്റൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അത് എന്തായാലും പരീക്ഷയ്ക്ക് ഇപ്പോൾ പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ലാസ്റ്റ് ഭാഗം നമുക്ക് എഴുതി പഠിപ്പിക്കണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാണാണ്ട് എഴുതി പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അങ്ങോട്ട് വായിച്ച് നോക്കി, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ ഒന്നും കൂടി വായിച്ച് നോക്കൂ എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. നമ്മൾ വീണ്ടുമൊക്കെ വായിച്ച് നമ്മൾ പഠിച്ചു. ഹിന്ദി നമ്മൾ വായിച്ച് മാത്രമല്ല, ശരിക്കും പറയണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം. എന്നാലാണ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എഴുതി പഠിക്കുന്നതിൻ്റെ അത്ര എഫക്റ്റൊന്നും ഉണ്ടാവില്ല. ഹിന്ദിയൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയ്ക്കുന്നത് കൊണ്ട് നമ്മൾ എഴുതി തന്നെ പഠിക്കാനായിട്ട്
ശ്രമിക്കുക. നമുക്ക് എഴുതാൻ മടിയുള്ളത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യില്ല എന്നറിയാം, എങ്കിലും പറഞ്ഞെന്നുള്ളൂ. ഞാൻ ശേഷം നമ്മളത് എഴുതിയത് ടിക്കിട എഴുതുക. പിന്നെ നമ്മളത് പൊത്തി പിടിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റണമെന്ന് ഞാൻ നോക്കി. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ, നമുക്ക് പറയാൻ എന്തെങ്കിലും പറ്റണമെന്ന് അറിയണ്ടേ. ഞാനൊരു പേപ്പറൊക്കെ എടുത്ത് മാറ്റി വെച്ചു, പറയാൻ നോക്കി. ഏകദേശമൊക്കെ ഞാൻ പറയാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അത്ര പേടിയൊന്നുമില്ല, കാരണം ക്ലാസ്സിൽ ചെന്ന് ഒരുപാട് സമയം കിട്ടും നമുക്ക് കാണാതെ പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് തറാക്കി മനസ്സിൽ കയറ്റാൻ പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിൽ പോയിരുന്നത് തലയിൽ നന്നായിട്ട് പഠിച്ച് വീണ്ടും റിവൈസ് ചെയ്യുക. അതാണ് എൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അത് കയ്യിലെടുത്ത് വായിച്ച് നോക്കി വീണ്ടും ഒന്നും കൂടി തലയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ കാണാണ്ട് പറയും, നന്നായിട്ട് പഠിച്ചെടുത്തിട്ട് കാണാണ്ട് പറയും, എന്നിട്ട് വീണ്ടും വായിക്കും. അതിനുശേഷം അതെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത് പിടിക്കാൻ പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കുറച്ച് പാടായിട്ടുള്ള ഹിന്ദി വാക്കുകളാണെങ്കിൽ ആ ഒരു വാക്ക്, ആ ഒരു സെൻറ്റൻസ് ഞാൻ എഴുതി പഠിക്കും. പിന്നെ ചിലപ്പോൾ തോന്നാണെങ്കിൽ എഴുതി തന്നെ പഠിക്കും. എഴുതി പഠിക്കുന്നതാണ് മച്ച് മോർ ബെറ്റർ വായിച്ച് പഠിക്കുന്നതിനേക്കാളും. പിന്നെ കുറേ അധികം പോസ്റ്ററും അതുപോലെ തന്നെ എക്സാമിനൊക്കെ ഫോർമാറ്റ് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് വായിച്ച് ഞാൻ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതുള്ള കാര്യങ്ങളൊക്കെ കൂടി മനസ്സിലാക്കിയെടുത്തു. ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എളുപ്പമായിരുന്നു എക്സാം എന്നെ സംബന്ധിച്ച് എടുത്തോളം. ഇനി എക്സാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും നാളെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എക്സാം കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി എക്സാമിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമുണ്ടായില്ല രണ്ടും, എങ്കിലും അഡ്ജസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്.